വോട്ട് ചെയ്യല്ലേ? വോട്ട് ചെയ്തല്ല, വോട്ട് ചെയ്യിപ്പിച്ചും ചെയ്യും. കാരണം കഴിഞ്ഞ 5 വർഷത്തെ പോരായ്മ നിങ്ങൾ ചർച്ച ചെയ്യും. ഞാൻ ഒന്നും പറയാം, കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കും. ആള് മാറിയതൊന്നും കാര്യമില്ല. അവസ്ഥ കഴിഞ്ഞ നിങ്ങളെന്നെ ജയിപ്പിച്ച് വിട്ടാൽ ഒരു കാരണവശാലും ഞാൻ ഈ തൃശ്ശൂർ ഒതുങ്ങത്തില്ല. ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ പണിയെടുക്കുന്ന തൃശ്ശൂർക്കാർ വിജയിപ്പിച്ച് ഇതെന്റെ ഉറച്ച വാഗ്ദാനമാണ്. നല്ല ചങ്കുറപ്പോടെയാണ് പറയുന്നത്. എനിക്കിത് വാഗ്ദാനം പാലിക്കാനായി ആരുടെയും പിന്തുണയും ഓശാരവും ആവശ്യമില്ല. എൻ്റെ നേതാക്കൾ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അമിത വിശ്വാസമുണ്ട്. എനിക്ക് കേരളത്തിന് വേണ്ടി മുഴുവൻ നിങ്ങളുടെ പേരിൽ, നിങ്ങൾ തരുന്ന വിജയത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കാൻ പറ്റും എന്ന് പറയുന്ന നിങ്ങൾ പുറകോട്ടുള്ള ഓരോ 5 വർഷവും പരിശോധിച്ചോളൂ. അത് സംസ്ഥാന ഭരണത്തിൻ്റെ കാര്യത്തിലായാലും ശരി എന്ന് പരിശോധിച്ചോളൂ. ഇതിനേക്കാൾ ഭേദപ്പെട്ട അവസ്ഥകളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇങ്ങോട്ടാണ് കൂപ്പ് കുത്തിക്കിടക്കുന്നത്. ഇന്നും ചെന്ന സ്ഥലത്ത് ഒരമ്മയ്ക്കാണ് വരാൻ പറ്റിയത്, പെൻഷൻ കിട്ടാത്ത അമ്മ. സിദ്ധാർത്ഥിനെ പോലുള്ള മക്കളുള്ള അച്ഛനമ്മമാരുടെ വേവലാതി. അഭിമന്യുവിൻ്റെ കേസും ഫയലും ഒന്നും കാണാനില്ല. ഇതെന്ത് വെള്ളരിക്കാ പഠനം? ഒരു കുഞ്ഞിനെ കവർന്നെടുത്താൽ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സർക്കാരില്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് ജനകീയ സർക്കാരാവുന്നത്? അപ്പോൾ ഈ വിജയം എന്ന് പറയുന്നത് ഒരു ചവിട്ടുപടിയായിരിക്കണം. 2025 ഞങ്ങൾക്ക് ഈ കോർപ്പറേഷനും നിങ്ങൾ തരണം, വിവിധ പഞ്ചായത്തുകൾ നിങ്ങൾ തരണം. എന്നിട്ട് മാറ്റത്തിൻ്റെ കാറ്റ് എന്താണെന്ന് നിങ്ങൾ സുഖത്തോടെ അനുഭവിച്ചറിയണം. അതിന് ഞങ്ങൾ സജ്ജരാണ്, തയ്യാറാണ്. കാരണം ഞങ്ങൾക്കൊരു വലിയ ഗ്യാരണ്ടിയുണ്ട്, മോദി എന്ന ഗ്യാരണ്ടി. ഇവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാം പറഞ്ഞ് കള്ളക്കഥകൾ ഉണ്ടാക്കി ഹിന്ദി തന്നെ എടുക്കുക. എന്തുകൊണ്ടാണ് ഹിന്ദി വിരോധം ഇവർ കാണിക്കുന്നത്? മോദി 2013 പറഞ്ഞു 15 ലക്ഷം എല്ലാവരുടെയും അക്കൗണ്ടിൽ ഇട്ട് തരുമെന്ന്. അദ്ദേഹം എന്താണെന്ന് പറഞ്ഞ ഹിന്ദിയുടെ പരിഭാഷ നിങ്ങൾ ഹിന്ദി അറിയാവുന്നവർ മനസ്സിലാക്കിയാൽ യവന്മാരെ തല്ലും, കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന്. ഹിന്ദിയാണെന്ന് ഇപ്പൊ പറയുന്നു. 2 അക്ക സീറ്റ് നേടും എന്ന് മോദി പറഞ്ഞു. ഹിന്ദി അറിഞ്ഞൂടാത്തവരെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്മാർ. അതിനകത്ത് നിങ്ങൾക്ക് ജാഗ്രത വേണം. വെറുതെ ഇങ്ങനെയുള്ള ഈ ഇച്ചാക്കുച്ച പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ 5 വർഷം കവർന്നെടുത്ത് അവിടെ പോയി ചായം വടയും അടിച്ച് ഒരു ഗാന്ധിജിയുടെ മൂട്ടി ചെന്നിരുന്ന അദ്ദേഹത്തിന് സ്വൈരത കൊടുക്കാത്ത ഒരു പറ്റമായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇവിടുന്ന ആൾക്കാരെ ഇത്രയും കാലം അയക്കാൻ സാധിച്ചു. വലിയ പുകഴ്പെറ്റ എന്ന് തമിഴിൽ പറയും, വലിയ പേരെടുത്ത ഒരുപാട് പേര് 2004 മുതൽ 2014 വരെ മോദി ഭരണം വരുന്നതിന് മുമ്പ് വാജ്പേയി ഭരണം പോയതിനു ശേഷം 7-8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ. 43 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന് ഒരു ബൈപ്പാസ് തീർക്കാൻ അവർക്ക് സാധിച്ചില്ല. ലീഡർ ഉണ്ടെങ്കിൽ ഇതൊക്കെ വേറെയാണ് കേട്ടോ. ലീഡർ കൊണ്ടുവന്നിട്ടുള്ള വികസനം മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ബാക്കി എല്ലാം വേസ്റ്റായിരുന്നു. ആ ലീഡർക്കന്ന് കരുത്തില്ലാതെ പോയി. ആ 7-8 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് കൊല്ലം ബൈപ്പാസായാലും ആലപ്പുഴ ബൈപ്പാസായാലും ഇങ്ങനെ 37-41 വർഷം മുടങ്ങിക്കിടന്നത് തീർക്കാൻ ഒരു നരേന്ദ്രമോദി 2019 സമ്മാനിച്ചപ്പോഴാണ് ജനങ്ങൾ അറിഞ്ഞത് ഇതാണ് വികസനം വരുന്ന വഴി. അതിന് കഴിവ് വേണം, പ്രാപ്തി വേണം. രാഷ്ട്രീയ ശാസ്ത്ര വിദഗ്ധന്മാരായാൽ പോരെ. അത് അവരുടെ രാഷ്ട്രീയം വളർത്താൻ മാത്രമാണ് നല്ലത്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയില്ല, അപര്യാപ്തരാണ്. പുതിയ മാറ്റത്തിൻ്റെ സന്ദേശം ദേശം മുഴുവൻ, രാജ്യം മുഴുവൻ അംഗീകരിക്കുന്നു.
അതിൽ ജനങ്ങളുടെ സംതൃപ്തി എന്ന് പറയുന്നത് ഒരു നേതാവിലേക്ക് ഖ്യാതി കൊണ്ട് ചെന്നെത്തിക്കുന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ, അമേരിക്കയായാലും ശരി തന്നെ, യൂറോപ്യൻ ഭൂഖണ്ഡമായാലും ശരി തന്നെ, എല്ലാവരും മോദി എന്ന മനുഷ്യനെയും ഭരണകർത്താവിനെയും അംഗീകരിക്കുന്നു, ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഈ കുത്തിത്തിരിപ്പൻ മാത്രം കുത്തിത്തിരിപ്പന്മാർ നിങ്ങളെ അസത്യത്തിൽ മുക്കി നിർത്തി സത്യമെന്താണെന്നും ആ സത്യത്തിൻ്റെ വഴിയെ നിങ്ങൾക്കുണ്ടാവാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കി മുടക്കുന്നത് മാത്രമാണ് ഇത്രയും കാലം ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. MP ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയാണ് ആവണിശ്ശേരി പഞ്ചായത്തിലെ ഒരു ഫാമിലി ഹെൽത്ത് സെൻറ്റർ പണിയാൻ വേണ്ടി അവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിന് 50 ലക്ഷം രൂപയാണ് ഞാൻ കൊടുത്തത്. 2-2.5 വർഷം അതിട്ട് വലിച്ചു നീട്ടി. എൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാം റെഡിയായി, വാനവും തോണ്ടി ഞാൻ ചെന്ന കല്ലും ഇട്ടിട്ട് പോയി. പിന്നെ അത് നടത്തുക എന്നുള്ളതായിരിക്കണം കളക്ടറുടെ ഉത്തരവാദിത്വം. 4 കളക്ടർമാർ മാറി മാറി വന്നു. ഇവരെല്ലാം ഈ ഫയലുകൾ കണ്ടതാണ്, ചെയ്യാനായിട്ട് മുമ്പോട്ട് നടപടി സ്വീകരിച്ചതാണ്. ഒരധമ രാഷ്ട്രീയ ചിന്താഗതിയാണ് ഇപ്പോഴും അത് നടത്താതെ അവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് അതിന് ആ കാശ് തികയത്തില്ല, അതുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന്. പിന്നെ ആരായി വാനം തോണ്ടിച്ചത്? ആരാണ്? ഗവൺമെൻറ്റാണ്, PWD ആണ് എന്നെ കൊണ്ട് അവിടെ തറക്കല്ലിടിച്ചത്. മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് കേരള ജനതയോട് മൊത്തത്തിലുള്ള അവഹേളനമാണ്, നിഷേധത്തരമാണ്. അതിനെന്നിട്ട് PT ഉഷ 23 ലക്ഷവും കൂടെ അധികം ഞാൻ തരാം, നിങ്ങളിത് പണിത് തീർക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല, ഇപ്പം സുരേഷ് ഗോപിയുടെ കാലാവധി കഴിഞ്ഞു പോയി, അപ്പോൾ ആ പഴയ 50 ലക്ഷം ഇല്ലാന്ന്. ഇത് എന്ത് തരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം മോദി വഴി വരേണ്ട നന്മകൾ തടയപ്പെടുന്നത് ഇങ്ങനെയാണ്. ശമ്പളം കൊടുക്കണം. നല്ല വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടായി, അതിനെ ഒന്നും ചുവന്ന കൊടി കാണിച്ചും വേറെ എന്തെങ്കിലും നിറത്തിലുള്ള കൊടിയും കാണിച്ചും മുടക്കി പൂട്ടിച്ച് അവരെല്ലാം കുത്തുപാള എടുപ്പിച്ച് തൂക്കുകയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന വ്യവസായ സംരംഭങ്ങളല്ല. പണമുണ്ടാക്കുന്ന, അമിതമായി പണമുണ്ടാക്കുന്ന, പണം ജനിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ, വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലും വരാൻ പേടിയാണ്. വരുന്നുണ്ട്, അതെല്ലാം തമിഴ്നാട്ടിലങ്ങ് തങ്ങുകയാണ്. തമിഴ്നാട് ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ വിക്രിയകൾ കാണിച്ചാലും അവർ ജീവിക്കാൻ പഠിച്ചവരാണ്, അവിടുത്തെ നേതാക്കളും. അതെ, ഈ പറയുന്ന ദ്രാവിഡം എന്ന് മുഴക്കുന്ന ഒരു പാർട്ടി, സനാതന ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറയുന്ന ഒരു പാർട്ടി, സാക്ഷരത എന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കരുത്. സാക്ഷരതയിലൂടെ അക്ഷരങ്ങൾ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി കൂട്ടക്ഷരങ്ങൾ ചേർത്ത് വെച്ച് അമ്മ എന്ന് പറയുന്ന വാക്ക് പറഞ്ഞാൽ പോരാ, അതിൻ്റെ വികാരം നമുക്ക് മനസ്സിലാകും. പെങ്ങൾ എന്ന് പറയുന്നതിൻ്റെ വികാരം നമുക്ക് മനസ്സിലാകണം. മകൻ, ഭൂമി, വായു, ജലം, ഇതിൻ്റെ എല്ലാം വികാരം. വാക്ക് വായിച്ചാൽ പോരാ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ പോരാ, അതെന്ത് പൊരുളാണെന്ന് മനസ്സിലാക്കിയാൽ പോരാ, അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വികാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എനിക്ക് തൊണ്ട വരളുമ്പോൾ എനിക്കുള്ള വെള്ളം തരുമോ എന്ന് ചോദിച്ച് വാങ്ങിച്ച് കുടിക്കാം. വഴിയെ പോകുന്ന ഒരാൾ പോലും ഒരു വീടിൻ്റെ മതിലിൽ വന്ന് എനിക്ക് ഇത്തിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ ആരും കൊടുക്കും. ഇത് വായെടുത്ത് ചോദിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം വാനത്തിൽ പറക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് മാലിന്യങ്ങൾ, അത് അവിടെയുള്ള കൃമികീടങ്ങൾ, ഭൂമിയിലുള്ള കൃമികീടങ്ങളെ എല്ലാം നിവാരണം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ഒരിക്കലും ആരുടെയും ഞാൻ പറിക്കാൻ വരില്ല, ചതിക്കില്ല, വഞ്ചിക്കില്ല, വിശ്വാസവഞ്ചനയും ചെയ്യില്ല എന്നുറപ്പ് എനിക്ക് തരാൻ പറ്റും. അത് ഞാൻ വിജയിപ്പിച്ച് ലാളിതനാക്കി തൃശ്ശൂരിന് ഒരു MP അത് കേരളത്തിൽ ഞങ്ങൾ സമ്മാനിച്ചു എന്ന് ഒരാൾക്ക് അഭിമാനപ്പെടുന്നു. അപ്പൊ ഓക്കെ അല്ലേ? എന്നെ ഏറ്റോ? എന്നെ അങ്ങ് എടുത്തോ? भारत माता की जय।
സുരേഷേട്ടൻ ജയ് ജയ് സുരേഷേട്ടൻ ജയ് ജയ് സുരേഷേട്ടൻ ജയ് ജയ് മോഹൻ